Hi friends, welcome back to my YouTube channel. It's me Aparna. So today we are going to learn a new concepts: female feticide, female infanticide, sex ratio, feminism and gender sensitivity. So ഈ ഇത്രയും കോൺസെപ്റ്റ് കൂടി ആയാൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആകും. സോ ഇന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്ന പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ടേം ആണ് ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. അതായത് പെൺ ഭ്രൂണഹത്യ എന്നാണ് ഇതിന്റെ മലയാളം ടേം. ഓക്കെ, സോ ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് യു മീൻ ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്. So it refers to the intentional termination of a female fetus during pregnancy, usually after a sex determination test reveals the fetus is female. Okay, and it occur before birth, typically during the pregnantal stage. Okay, അതായത് നമുക്കറിയാം എന്താണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇൻ ഫീറ്റിസൈഡ് ദ ഫീച്ചേഴ്സ് ഇസ് ഡിസ്ട്രോയിഡ് ഫ്രം ദ മദർ വൂംബ് ഇറ്റ്സെൽഫ്. അതായത് ഒരു ഭ്രൂണം തന്റെ അമ്മയുടെ വയറ്റിന്ന് തന്നെ നശിപ്പിക്കുന്ന, അതായത് പെൺ ഭ്രൂണമാണെങ്കിൽ ഓക്കെ അതാണ് ഫീച്ചേഴ്സ്. അതായത് പെൺ ഭ്രൂണമാണെങ്കിൽ ആ പെൺ ഭ്രൂണത്തെ മദറിന്റെ വൂമ്പിൽ നിന്നുകൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ടെസ്റ്റ്, അതായത് ടെസ്റ്റസിന് ശേഷം ഫീമെയിൽ ആണ് ഫീച്ചേഴ്സ് എങ്കിൽ ആ ഫീച്ചേഴ്സിനെ മദറിന്റെ വൂമ്പിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ സെക്സ് സെലക്റ്റീവ് എബോർഷൻ എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആൻഡ് ഇല്ലീഗൽ. ഓക്കെ, ആൻഡ് ഇത് വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എക്സാമിന് ഇത് ഈ പോയിന്റ്സും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് നൗ another topic is female infanticide. So എന്താണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്? ഇത് മലയാളം ടേം പറയുകയാണെങ്കിൽ പെൺ ശിശുഹത്യ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഭ്രൂണമാകുന്ന സമയം അമ്മയുടെ വയറ്റിൽ ആ ഒരു പെൺ ഭ്രൂണത്തെ നശിപ്പിക്കുന്നത് എങ്കിൽ ബർത്തിനു ശേഷം ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ആ പെൺകുട്ടീനെ എന്താ പറയാ നമുക്ക് നേരായ രീതിയിൽ വളർത്താതെ ഒരു 1 ഇയർ, ഒരു വയസ്സാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ കുട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ഒരു അനദർ ഹീനിയസ് എവിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ദ intentional killing or abandonment of a newborn female child, usually within the first few days or week after birth എന്നും പറയാം. സോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മേ ബി ഒരുപാട് റീസൺസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു ഫാമിലിയിൽ പോവേർട്ടി കൊണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് മെയിൽ ചൈൽഡ് പ്രിഫറൻസ് വെച്ച ഫാമിലി ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിൽ പറ്റി എന്തെങ്കിലും ഒരു തെറ്റോ ഒരു കാര്യമാകാം. അതല്ല എങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടണമെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആണ് വേണ്ടത്. സോ അതുകൊണ്ട് മേ ബി ഫീമെയിൽ ആയ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കുന്നതുമാകാം. സോ അങ്ങനെ ഒരുപാട് റീസൺസ് കൊണ്ട് ഫീമെയിൽ ഇൻഫാന്റിസൈഡ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ അത് ചിലപ്പോൾ ഡയറക്ട്ലി എങ്ങനെയാണ് ഒരു ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ഒരു പെൺകുട്ടിയെ ജനിച്ചതിന് ശേഷം എന്താ പറയുക ഇല്ലാതാക്കുന്ന കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ പോയിസണസ് ആയിട്ടുള്ള ഓർഗാനിക്കോ അല്ല ഇൻഓർഗാനിക് കെമിക്കൽസ് കൊടുത്തോ അല്ലെ ഇൻഡയറക്ട്ലി ചിലപ്പോൾ ആ കുട്ടിയെ പെൺകുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് ഫീഡ് ചെയ്യാതെയോ അങ്ങനെ എന്തെങ്കിലും ഫാമിലി എന്താ പറയാ പെൺകുട്ടിയാണ് കൺസിഡർ ചെയ്യുന്നില്ല, ആ ഒരു മെമ്പർ ആണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ അങ്ങനെ പല രീതിയിലും ഫീമെയിൽ ഇൻഫാന്റിസൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഷനിൽ നമുക്ക് പറയാം എന്താണ് ഫീമെയിൽ ഇൻ സമ്മറി വി ക്യാൻ സേ ദാറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ് എൻഡ് എ ഫീമെയിൽ ലൈഫ് ബിഫോർ ബർത്ത്. ഓക്കെ, while female infanticide end a female life shortly after birth. Is it clear? So both practices are form of gender based violence and discrimination and are illegal in many countries എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് സെക്സ് റേഷ്യോ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആണ് സെക്സ് റേഷ്യോ. എന്തിനാണ് മെയിൻ ആയിട്ട് സെക്സ് റേഷ്യോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റേഷ്യോ എത്രയുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാം. അത് മാത്രമല്ല, കാലങ്ങളോളമായി നമുക്കറിയാം സെക്സ് റേഷ്യോ വളരെ കുറവാണ്. പക്ഷെ റീസെന്റ് സർവേയിൽ കാണിക്കുന്നുണ്ട് സെക്സ് റേഷ്യോയിൽ ഒരു നേരിയ ഒരു വർധനവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ ജനസംഖ്യ, അതായത് ജനസംഖ്യയിൽ സ്ത്രീകളുടെ ജനസംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വാല്യുബിൾ സോഴ്സ് ആയിട്ട് നമുക്ക് സെക്സ് റേഷ്യോ പറയാം. സാധാരണ സെക്സ് റേഷ്യോ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ നമ്പർ ഓഫ് ഫീമെയിൽ പെർ തൗസൻഡ്സ് ഓഫ് മെയിൽ എന്നാണ് പറയാം. സോ അതാണ് സെക്സ് റേഷ്യോ. ഐ ഹോപ്പ് you guys understand this topic. Okay, so next, ഫെമിനിസം. ഇനിയുള്ള ഒരു പുതിയ ഒരു ടേം ആണ് ഫെമിനിസം. സോ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ട് രണ്ട് ഫെമിനിസം ആണ്, റാഡിക്കൽ ഫെമിനിസവും ലിബറൽ ഫെമിനിസവും. പക്ഷെ ഇത് മാത്രമല്ല, ഫെമിനിസത്തിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ പഠിക്കേണ്ടത് റാഡിക്കൽ ഫെമിനിസവും ലിബറൽ ഫെമിനിസവും. സോ അറ്റ് ഫസ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഫെമിനിസം? നമുക്കറിയാം എന്താണ് ഫെമിനിസം. ഫെമിനിസം വിത്ത് മീൻസ് the person who support or advocate for a women right. Okay, it is a belief that women deserve equal social, economic and political rights and freedom. Feminism is a concept that refers to the ideologies aimed at enduring equal status for women as that of man. It demands equal social, political and economic rights for women across different societies and culture. ഓക്കെ, അതായത് എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, അതായത് ആരാണോ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്, അതല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രവർത്തിക്കുന്നത്, അവരെയാണ് നമ്മൾ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഫെമിനിസം എന്നും കൂടി പറയാം. ഓക്കെ, ഓക്കെ, സ്ത്രീക്ക് പുരുഷനെ പോലെ അപ്പൊ ബാക്കിയിലോട്ടേക്ക് വരാം. ഓക്കെ, സോ അത് രണ്ട് ടേം നമ്മൾ പഠിക്കാൻ ഓൾറെഡി പോകുന്നുണ്ട്, റാഡിക്കൽ ഫെമിനിസവും ലിബറൽ ഫെമിനിസവും. ഓക്കെ, സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് റാഡിക്കൽ ഫെമിനിസം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡിവിഷനിൽ റാഡിക്കൽ ഫെമിനിസം എന്താണ് നമുക്കറിയാം. എന്താണ് റാഡിക്കൽ ഫെമിനിസം? അവിടെ ഉണ്ടെന്നാണ്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എന്താണ് അഗ്രസീവ് മൂവ്മെന്റ് ആയിട്ട് റാഡിക്കൽ ഫെമിനിസത്തിനെ നമുക്ക് പറയാം. Okay, and the main point of radical feminism is to prioritize group liberation over individual happiness എന്ന് പറയുന്നുണ്ട്. Okay, and ഈ ഒരു പോയിന്റ്സ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റാഡിക്കൽ ഫെമിനിസം എന്ന്. സോ അതായത് നമുക്ക് പറയാം, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു വാട്ട് യു മീൻ ബൈ പാട്രിയാർക്കി അല്ലെ. ഏർലിയർ വീഡിയോയില് പാട്രിയാർക്കി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ റാഡിക്കൽ ഫെമിനിസം എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പാട്രിയാർക്കിയിൽ എന്താണ് പഠിച്ചത്? അവിടെ മെയിൽ സുപ്പീരിയോറിറ്റി ആണ്, മെയിലിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ. പക്ഷെ ഹിയർ സൊസൈറ്റി എന്താണ്, പാട്രിയാർക്കിയിൽ സൊസൈറ്റിയിൽ മെയിലിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ ആർഗ്യൂ ചെയ്യുന്നത് വേറൊന്നുമല്ല, അതായത് പാട്രിയാർക്കിയില് വിമനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സ്ത്രീയെ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും തുല്യ അവകാശം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്, വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകാര് മുന്നോട്ട് വെക്കുന്ന ഒരു 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 ഐഡിയ. ഓക്കെ, സോ അതുപോലെ അതിന് വേണ്ടിയിട്ട് ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ ഒരുപാട് റാഡിക്കൽ റിഫോംസ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഒരു പെട്രിയാർക്കി, നമ്മുടെ ആ പെട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഒരു എൻഡ് നൽകുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ റാഡിക്കൽ ഫെമിനിസം. ഓക്കെ, അതായത് നമുക്കറിയാം, അതായത് ആണുങ്ങളുടെ കീഴിലല്ല ജീവിക്കുന്നത്, അതായത് പെണ്ണുങ്ങൾ ഇപ്പൊ ജീവിക്കേണ്ടത്, പെണ്ണുങ്ങളുടെ കീഴിൽ ആണുങ്ങൾ ജീവിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഫെമിനിസ്റ്റുകാർ, ഇത്തരം റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റിയിൽ ഫീമെയിലിന്റെ, അതായത് വിമനിന്റെ
ആ ഒരു കോൺസെപ്റ്റിനുള്ള ഒരു ചേഞ്ച് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അതായത് സൊസൈറ്റിയിൽ മെയിലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഇമ്പോർട്ടൻസ് നേരെ ആർക്കേക്ക് കൊണ്ടുവരുന്നു, വിമനിന് വേണ്ടി കൊണ്ടുവരികയാണ് ഈ ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ആർഗ്യൂ ഫോർ ഈക്വൽ റൈറ്റ് ഫോർ മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്നുണ്ട്. റാഡിക്കൽ ഫെമിനിസം ബിലീവ് ദാറ്റ് പെട്രിയാർക്കി ഒപ്രസ് വിമൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ബിലീവ് ദാറ്റ് മെൻ ബെനിഫിറ്റ് ഫ്രം പെട്രിയാർക്കി എന്ന് പറയാം. സോ അവര് ഈ ഒരു സിസ്റ്റത്തിനും പെട്രിയാർക്കിക്കും എതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവര് എന്താണ് എൻഡ് മെയിൽ ഡോമിനേഷന് എൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു അഗ്രസീവ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് മോർ റാഡിക്കൽ റിഫോംസ് ആണ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് റാഡിക്കൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ അനദർ ഡിവിഷൻ ഈസ് ലിബറൽ ഫെമിനിസം. സോ നമ്മൾ നേരത്തെ റാഡിക്കൽ എന്ന് പറയുമ്പം സൊസൈറ്റി കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇവിടെ ലിബറൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചോയ്സ് ഫെമിനിസം ആയിട്ട് പറയാം. ഹിയർ ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഓൺലി ഫോർ വിമൻ. വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയാൻ പറ്റില്ല, പുരുഷന്മാരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് സ്ത്രീകൾക്കാണ്. അത് അവരെവിടെയാണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലാണോ ഏത് സിസ്റ്റത്തിലാണോ അവിടെ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലിബറൽ ഫെമിനിസ്റ്റുകാർ. വിമൻ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ലിബറൽ ഫെമിനിസ്റ്റുകാർ എന്ന് പറയാം. സോ അതിനു വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ഹിയർ ദേ വാണ്ട് ടു ചേഞ്ച് ഓർ ക്ലെൻസിങ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ. സോ അവിടെ എവിടെയാണോ അവർ ഉള്ളത് ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം അവര് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ അവരെന്ത് ദേ ആർ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ അവരെന്തിനു ഫൈറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വിമൻ ഇൻഇക്വാലിറ്റി, അതുപോലെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്, ജെൻഡർ ബയാസ് പോലുള്ള കാര്യങ്ങളെ അവർ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർ അതിനെതിരെ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലിബറൽ ഫെമിനിസ്റ്റുകാര്. സോ ഇവർ ഈ ലിബറൽ ഫെമിനിസ്റ്റുകാർക്ക് വേണ്ട ഒരു കാര്യം എന്താണ്, ടു ബ്ലെയിം സൊസൈറ്റി ആൻഡ് ലീഗൽ കൺസ്ട്രക്ട് ഫോർ ഹോൾഡിംഗ് വിമൻ ബാക്ക്. ഓക്കെ, അത് മാത്രമല്ല ദേ വോണ്ട് വിമൻ ടു കം ഇൻ ഫ്രണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല, അതായത് സ്ത്രീകളെ മുൻപന്തിയിൽ എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലിബറൽ ഫെമിനിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. അത് എല്ലാ സ്പിയറിലുമാണ് കേട്ടോ. അതായത് ഒരു സ്പിയർ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ സൊസൈറ്റി എന്ന് പറയും, സൊസൈറ്റിയിൽ മാത്രമല്ല അവർ ഈ ഒരു ലിബറൽ ഫെമിനിസ്റ്റുകാർ എവിടെയാണോ അവരുള്ളത് അവിടെ രാഷ്ട്രീയപരമായാലും അതുപോലെ എന്തായാലും സോഷ്യലി, ലീഗലി, പൊളിറ്റിക്കലി ഓർഗനൈസേഷനിൽ ഒരു സ്ത്രീയെ മുൻപന്തിയിൽ എത്തിക്കുക, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എന്താ പറയാ, റൈറ്റ്സ് എംപവർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലിബറൽ ഫെമിനിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്നത്. സോ അതിനു വേണ്ടി അവരെന്താണ്, വിമൻ ഇക്വാലിറ്റിക്ക് വേണ്ടി അവർ ലെജിസ്ലേഷനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലിബറൽ ഫെമിനിസ്റ്റുകാർ. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി ആണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സ്ത്രീകളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ ഇവിടെ മെയിലിന്, അതായത് പുരുഷന്മാരെ ചവിട്ടി താഴ്ത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഓക്കെ, അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹിയർ ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു വിമൻ. ഓക്കെ, വിമൻ റൈറ്റ്സ്, അതാണ് ലിബറൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കോൺസെപ്റ്റുകളും മാറിപ്പോകരുത്. രണ്ട് ഡിവിഷൻ ആണ് ഫെമിനിസത്തിന്റെ, രണ്ട് ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്ന, റാഡിക്കൽ ഫെമിനിസം ആൻഡ് ലിബറൽ ഫെമിനിസം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, എന്താണ്, ജെൻഡർ സെൻസിറ്റിവിറ്റി. ഓക്കെ, എന്താണ് ജെൻഡർ സെൻസിറ്റിവിറ്റി? അതായത് ഇറ്റ് refers to the ability to understand and respect the differences between individuals of different genders and to recognize and challenge gender based stereotypes, biases and discrimination. അത് മാത്രമല്ല എന്താണ്, treating everyone with respect and dignity regardless of their gender, avoiding assumptions and stereotypes based on gender, recognizing and valuing the diversity of experiences and perspectives of people of different gender, etc. like that. അതായത് ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ പണ്ട്.
അപ്പൊ അതായത് ഒരാൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും പഴിചാരാതെ നമ്മൾ എന്താണ് ആ വ്യക്തിയെ മനസ്സിലാക്കി പോകും അല്ലെ. അതായത് ഈക്വൽ ആയിട്ട് പരസ്പരം മനസ്സിലാക്കി പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി. ജെൻഡർ ഫെയർ ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഫീമെയിലിന്റെ ഫീലിങ്സ് ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, അതായത് സ്ത്രീകളുടെ, അതായത് ഒരു പെൺകുട്ടിയുടെ അല്ലെ സ്ത്രീയുടെ അവസ്ഥ ഫീലിങ്സ് മെയിൽ മനസ്സിലാക്കുന്നു, മെയിലിന്റെ അവസ്ഥ ഫീലിങ്സ് നമ്മൾ ഫീമെയിലും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജെൻഡർ ഫെയർ ആയിട്ടുള്ള സൊസൈറ്റി ആക്കുക, അതാണ് ഈ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്പരം ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും വേർതിരിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ജെൻഡർ ബേസ്ഡ് ബയാസസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനെതിരെ ചലഞ്ചിങ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട്, ആദ്യത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു യൂണിറ്റിൽ ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു.